പെട്രോൾ ഡീസൽ പാചകവാതക വില വർദ്ധിപ്പിച്ച് കേന്ദ്രം ഭരിക്കുന്ന ബി.ജെ.പി. സർക്കാരിന് ജനദ്രോഹ നയങ്ങൾ ചൂണ്ടിക്കാട്ടി സിപിഐഎം ജനകീയ പ്രതിരോധം ഏലപ്പാറയിൽ സംഘടിപ്പിച്ചു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഗ്ലാമേഴ്സ് ഹെവൻ യൂണിസെക്സ് സലൂൺ, ഇടുക്കി കവല ബൈപ്പാസ് റോഡ്, കട്ടപ്പന. ജില്ലാ കമ്മിറ്റി അംഗം എം.ജെ. വാവച്ചൻ ഉദ്ഘാടനം ചെയ്തു. ഈ ജനങ്ങളുടെ ജീവിതം ദുരിതമാക്കുന്ന വിലവർദ്ധനവ്, പാചകവാതകത്തിന്റെ വില വലിയ തോതിൽ വർദ്ധിക്കുകയാണ്. ലഭ്യത തന്നെ പരിമിതമാണ്. അതിന് യുദ്ധത്തിന്റെ പേര് പറയാം. പക്ഷേ ഈ നാട്ടിലെ ജനങ്ങൾക്ക് പാചകവാതകം ബുക്ക് ചെയ്താൽ കിട്ടുന്നതിന് വേണ്ടി കാത്തു നിൽക്കേണ്ട ഗതികേടിലേക്ക് കരുതലില്ലാത്തൊരു ഗവൺമെന്റായി കേന്ദ്ര ഗവൺമെന്റ് മാറി. നാൾക്ക് നാൾ പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിക്കുകയാണ്. എല്ലാ ദിവസവും രാവിലെ പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർധനവ്. യാതൊരു നിയന്ത്രണവും ഈ കാര്യത്തിൽ കൊണ്ടുവരുവാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകുന്നില്ല. 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്ന ഘട്ടങ്ങളിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർധനവ് തടഞ്ഞു നിർത്തി കേന്ദ്രം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ബി.ജെ.പി. അധികാരത്തിലേക്ക് വന്നതിന് ശേഷം വലിയ തോതിൽ പിറ്റേ ദിവസം മുതൽ പെട്രോളിന്റെയും ഡീസലിന്റെയും പാചകവാതകത്തിന്റെയും എല്ലാം വില വലിയ തോതിൽ വർദ്ധിപ്പിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ഹോട്ടലുകളെല്ലാം അടഞ്ഞുപോയി. ബഹുഭൂരിപക്ഷം ഹോട്ടലുകളും അടഞ്ഞിരിക്കുകയാണ്. എന്ന കാര്യം, പാചകവാതകം ലഭ്യമല്ല. കൊമേഴ്സ്യൽ ആവശ്യത്തിനുള്ള പാചകവാതകം ലഭ്യമല്ലാത്തത് കൊണ്ട് നാട്ടിലെ ഹോട്ടലുകളിൽ ബഹുഭൂരിപക്ഷവും അടഞ്ഞുപോയിരിക്കുകയാണ്. നമ്മുടെ ഈ ഏലപ്പാറയിൽ തന്നെ ഹോട്ടലുകൾ അടച്ചിട്ടിട്ട് മാസങ്ങളാകുന്നു. ചിലർ വിറക് കൊണ്ട് ഭക്ഷണം പാകം ചെയ്ത് ഹോട്ടൽ അടയ്ക്കാതെ മുന്നോട്ട് പോകുന്നു. ഈ സാഹചര്യം ഉണ്ടായിട്ടും കേന്ദ്ര ഗവൺമെന്റ് ഒരു നിലപാട് സ്വീകരിക്കട്ടെ. നാട്ടിലെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമായി മാറുകയാണ്. ബേബി മാത്യു അധ്യക്ഷനായിരുന്നു. രാജ്യത്ത് ഇന്ധനവില വർദ്ധിപ്പിച്ചും പാചകവാതക വില കുത്തനെ കൂട്ടിയും ജനങ്ങളെ വലച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെതിരെ ശക്തമായ ജനകീയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുമെന്നും പൊതുവിപണിയിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില ഇരട്ടിയായി വർദ്ധിപ്പിക്കുന്ന സാഹചര്യം നിലവിലുണ്ടായിട്ടും അധികാരത്തിൽ വന്ന കോൺഗ്രസ് സർക്കാർ വിപണിയിൽ ഇടപെടൽ നടത്താതെ പുറംതിരിഞ്ഞു നിൽക്കുന്ന നയങ്ങളാണ് സ്വീകരിക്കുന്നത്. വിലക്കയറ്റം തോട്ടം മേഖലയിലെ തൊഴിലാളികളെ ഗുരുതരമായി ബാധിച്ചു തുടങ്ങി പാചകവാതക ക്ഷാമ രൂക്ഷമായ സാഹചര്യങ്ങളെ തുടർന്ന് ഹോട്ടലുകളും അടച്ചുപൂട്ടേണ്ട സാഹചര്യം ഉണ്ടായി. ഇതൊന്നും സർക്കാർ കണ്ടില്ല എന്ന ഭാവത്തിലാണ്. കനത്ത മഴയെ വകവയ്ക്കാതെ സിപിഎം പ്രവർത്തകർ ഏലപ്പാറ സ്പൈസസ് ബോർഡ് ഓഫീസിന് മുന്നിൽ മാർച്ച് നടത്തി. സിപിഎം പ്രവർത്തകരും ബഹുജനങ്ങളും ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. തുടർന്ന് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ ചേർന്ന യോഗത്തിൽ ആൻഡപ്പൻ ജേക്കബ്, സി സിൽവസ്റ്റർ, നിശാന്ത് വി ചന്ദ്രൻ, ബി അനൂപ്, വി പി സുരേഷ്, ഷീലാരാജൻ, ആർ രവികുമാർ, റെഡ്ഡി തോമസ്, റജി സൈമൺ, കെ കലേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ്, ഏലപ്പാറ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹൈറേഞ്ചിന്റെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ചാരുതയേകി ഇനി മുതൽ കട്ടപ്പനയിൽ ഗ്ലാമേഴ്സ് ഹെവൻ യൂണിസെക്സ് സലൂൺ. സൗന്ദര്യവും ആത്മവിശ്വാസവും ഇനി ഗ്ലാമേഴ്സ് ഹെവനിലൂടെ. പ്രൊഫഷണൽ സർവീസസ്, ബ്രൈഡൽ മേക്കപ്പ്, ഹെയർ സ്പാ, ഹെയർ സ്റ്റൈലിംഗ് ആൻഡ് കളറിംഗ്, ഹെയർ സ്ട്രെയിറ്റനിംഗ് ആൻഡ് സ്മൂത്തനിംഗ്, പെരിക്യൂർ ആൻഡ് മാനിക്യൂർ, വിസ്മയിപ്പിക്കുന്ന മേക്ക് ഓവർ അനുഭവം, ബ്രൈഡ് ആൻഡ് ഗ്രൂം വർക്കുകൾ. ഗ്ലാമേഴ്സ് ഹെവൻ യൂണിസെക്സ് സലൂൺ, ഇടുക്കി കവല ബൈപ്പാസ് റോഡ്, കട്ടപ്പന.